യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സാം? എക്സാം അടിപൊളിയായിരുന്നോ? എക്സാം അടിപൊളിയായിരുന്നോ? ആയിരുന്നില്ലേ? അല്ലേ? ഇന്നലെ പഠിപ്പിച്ച 2 ക്വസ്റ്റ്യൻ ഇട്ടുണ്ടായിരുന്നല്ലോ, അത് എഴുതിയില്ലേ? അതെഴുതി. ബാക്കി 2 ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലായിരുന്നത്? അതിലൊരെണ്ണം സിമ്പിൾ ആയിരുന്നോ? ഒരെണ്ണം ബുദ്ധിമുട്ട് ഇട്ട് തരണ്ടേ? എല്ലാം സിമ്പിൾ ഇട്ടെന്നാ അങ്ങനെ ചെയ്താൽ ശരിയാവില്ലല്ലോ. 2 ഇന്നലെ പഠിപ്പിച്ചത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. വാല്യൂസ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. പിന്നെ 2 എന്താണ് പഠിപ്പിക്കാത്തല്ല, നമ്മൾ ചെയ്യാത്ത, എന്നാലും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം വളരെ സിമ്പിൾ ആയിരുന്നു, L × B × H കാണാനായിട്ട്. അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. സോ 3 2 + 2 3 + 2 5 5 + 2 7 മാർക്സ് കിട്ടുമല്ലോ. പിന്നെ ഒരെണ്ണം അങ്ങനെ 10 മാർക്സ് കിട്ടാൻ പാടില്ലല്ലോ. അങ്ങനെ 10 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഒരെണ്ണം എന്താണ്, നമ്മൾ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പൊ ആർക്കാണ് ഐഡിയ ഉള്ളത് അവരെന്ത് ചെയ്യും, അത് ചെയ്യും. പകുതി ചെയ്തവർക്ക് പകുതി മാർക്ക് കിട്ടും. ഇനി തീരെ ഒന്നും ചെയ്യാത്തവർക്ക് ഒന്നും കിട്ടില്ല. അപ്പോഴും 7 മാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ലെസ് മാർക്ക് കിട്ടില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. അതെങ്ങനെ, എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ്. There is some questions that determine your rank. That is called rank determination question. അത് CBSE എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ പഠിക്കാം. യെസ്, ഇനി ഏത് ചാപ്റ്ററാ നമ്മൾ റിവൈസ് ചെയ്യാൻ വിചാരിച്ചത്? ഏത് ചാപ്റ്ററാ? കുറെ ഹാൻഡ് റൈസ് ഉണ്ടല്ലോ. വിളിച്ചോ. നൂറ എന്ത് ഇരുട്ടത്ത്? എന്റെ എന്താ എവിടെ? എക്സാമിന്റെ ഡൗട്ട് ആണ്. എനിക്ക് അത് കേട്ടില്ലേ, എക്സാമിന്റെ ഡൗട്ട് ആണെന്ന് ഞാൻ കേൾക്കുന്നത്. അതാണ് ഞാൻ എവിടെ ഡൗട്ട് എന്ന് ചോദിക്കുന്നത്. എക്സാമിന് എന്താ ഡൗട്ട്? ഒരു മിനിറ്റ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടില്ലേ? അപ്പൊ റേഡിയസ് വരില്ലേ? അതില് റേഡിയസ് വരില്ലേ? അതാലോചിച്ചാ മതി, അത്രേ ഉള്ളൂ. എന്നാലും ഐ ലൈക്ക് യുവർ പോയിന്റ് ഓഫ് തോട്ട്. ഐ ലൈക്ക് ദ വേ യു തിങ്ക്. അങ്ങനെ പറഞ്ഞു, ഐ ലൈക്ക് ദ വേ യു തിങ്ക്. കാരണം വെല്ലാണ്, സിലിണ്ടർ ആണ്. അപ്പൊ സിലിണ്ടറിന്റെ വോളിയാണ്. സിലിണ്ടറിന്റെ വോളി എന്താ? 2πRHO. ഓക്കെ, 2πRH അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സാധനം തന്നിട്ടല്ലോ. വെൽ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡിലാണ്. വല്ലൊരു ക്യൂബോയിഡ് ഷേപ്പിലാണ് തന്നത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുള്ളത്. അപ്പൊ അതാണ് പറഞ്ഞത്, ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ക്വസ്റ്റ്യൻ അക്കോർഡിങ്. ക്വസ്റ്റ്യനിൽ ആകെ അത് 3 തന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒരിക്കലും സിലിണ്ടറിലേക്ക് എത്തിക്കാനേ പറ്റൂല. എന്ത് സിലിണ്ടറിന്റെ ഒക്കെ എഴുതിയില്ലേ ചെറുതായിട്ട്? ഷോ ആദ്യമായിട്ടായിരിക്കല്ലേ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് സിലിണ്ടറിന്റെ എഴുതുന്നത്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. കാരണം വെല്ലെന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. വെല്ലെന്ന് പറഞ്ഞ സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ കാഴ്ചപ്പാടിൽ അതാണ് വെല്ല്. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താണ്, ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ ഫൈൻ. വേറെ ആരെങ്കിലും നമ്മുടെ നൂറയ്ക്ക് കൂട്ടുണ്ടോ? വേറെ ആരെങ്കിലും നൂറയ്ക്ക് കൂട്ടുണ്ടോ? ഇല്ല നൂറേ. ഓക്കെ, സാരില്ല. യെസ്, ഈ കുറച്ച് നാളായി നമ്മുടെ ജസ്റ്റിനെ കണ്ടിട്ട്. ഓക്കെ, ഇല്ലാന്ന് തോന്നുന്നുണ്ട്. സോ എന്താണ്, നമുക്ക് നമ്മളുടെ ആൽജിബ്രിക് ഐഡന്റിറ്റീസ്, എക്സ്പ്രഷൻസ് ആൻഡ് വൺ ഓഫ് ദ സിമ്പിൾ. വന്നു. ഓ എന്റെ പൊന്നെ, എത്തി, വെളിച്ചത്തായി. ക്രിസ്റ്റൽ ക്ലിയർ 4K ക്ലാരിറ്റിയിൽ. ഇത്ര നാളും 2Kയിലും 1Kയിലും ഇരുന്നായിരുന്നു. ഇപ്പൊ 4Kയിൽ വന്നിട്ടുണ്ട്. യെസ്, ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. സോ ഞാൻ ജസ്റ്റ് എന്താണ്, നമ്മൾ റിവൈസ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതില് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യിക്കില്ല. നമുക്ക് എന്താണ് റിവൈസ് ചെയ്യാൻ നിൽക്കാണ്. സോ എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് എക്സസൈസ് ഫുൾ കംപ്ലീറ്റ് ചെയ്താണ്. ഇല്ലേ? കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എക്സസൈസ്?
അറിയില്ല. നന്നായിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എക്സസൈസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താണ്. അപ്പൊ നമുക്ക് നോക്കാം അൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് അൾജിബ്രിക് എക്സ്പ്രഷൻസ്? ആർ എക്സ്പ്രഷൻസ് മെയ്ഡ് അപ്പ് ഓഫ് വാരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ് അലോങ് വിത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, അതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ എന്താണ്, നമുക്ക് ടേംസ് ഉണ്ട്, ജസ്റ്റ് നോക്കുക കേട്ടോ. വേരിയസ് പാർട്സ് ഓഫ് ഇത് ജസ്റ്റ് പഠിച്ചാൽ മതി. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് എ ടേം? 6y. 6yയുടെ കോഎഫിഷ്യന്റ് 6 ആണ് അല്ലേ? 6yയുടെ കോഎഫിഷ്യന്റ് 6 ആണ്. 2xyയുടെ കോഎഫിഷ്യന്റ് x, അതിലെന്താണ് 2 ആണ് കോഎഫിഷ്യന്റ്. ആ വാരിയബിൾ മാറ്റിക്കഴിഞ്ഞാൽ, വാരിയബിളിനെ നമ്മൾ ഇങ്ങനെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? അതാണ് കോഎഫിഷ്യന്റ്. കോഎഫിഷ്യന്റ് സൈൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്. ഇനി ലൈക്ക് ടേംസ് എന്താണ്? Like terms are those which have same variable raised to the same power. 2x raised to 3. 2x raised to 3 ആണ് അതിന്റെ എന്താണ് ലൈക്ക് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സ്പ്രഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, യെസ്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എക്സ്പ്രഷൻ. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതുക. എങ്ങനെയാണ്? യെസ്. എന്താണ്? 2t raised to 3 plus 2t cube plus 9t square plus t minus 12. യെസ്. ഇതിലെന്താണ് ടേമുകൾ? 2t ക്യൂബ്, 9t സ്ക്വയർ, t ഉണ്ട്, മൈനസ് 12 ഉണ്ട്. എപ്പോഴും നമ്പറിന്റെ ലെഫ്റ്റ് കിടക്കുന്നതായിരിക്കും എന്താണ് നമ്മുടെ നമ്പറിന്റെ സൈൻ. സോ 2t ക്യൂബ് എന്ന് പറഞ്ഞാൽ 2t t t 3 tസും ഒരു 2ഉം ചേർന്നാണ് 2t ക്യൂബ്. 9t സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ടി ഇൻറ്റു ടി. ടിക്ക് പിന്നെ ടി മാത്രമേ ഉള്ളൂ, 12ന് 12 മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോ ഇങ്ങനെ എഴുതാനല്ല പഠിച്ചിട്ടുള്ളത്. 9നെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പഠിച്ചു, ഞാൻ പഠിപ്പിച്ചു തന്നു. 9 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഒരാളെ വിളിക്കാം. ലെജിൻ. ലെജിനെ 9 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. തന്നെ എന്താണ് ഇത് ഞാൻ പഠിപ്പിച്ചെന്താ? ഞാൻ എടുത്ത ചാപ്റ്ററിൽ 9ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 3യും 3യും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓ, 12നെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4ഉം 3യും ആയിട്ട്. യെസ്. ഓ, ജസ്റ്റിന് ഇതൊക്കെ പഠിച്ചാ? ജസ്റ്റിന് 4ഉം 3യും ആയിട്ട് കറക്റ്റ് വരുന്നുണ്ടേ. ലെജിന്റെ ക്യാമറ കുറച്ചൊന്ന് ഡൗൺ ചെയ്താടാ. കുറച്ചുകൂടെ പോട്ടെ. ബുക്ക് എവിടെടാ? അതൊക്കെ ഒന്ന് തുറക്ക്. ഇങ്ങനെ കേട്ടോ, ഡെയിലി ഇങ്ങനെ വെക്കണേ. നല്ല ആംഗിൾ ആണ് കേട്ടോ. ഓക്കെ, നല്ല ആംഗിൾ ആണ് കേട്ടോ ലെജിനെ. യെസ്. സോ അങ്ങനെ നമുക്ക് അപ്പൊ എന്താണ്, ഫാക്ടറൈസേഷനും അൾജിബ്രയും നല്ല ബന്ധമുള്ള ആൾക്കാരാട്ടോ. നമ്മൾ പറയില്ലേ മാമനും അച്ചമ്പിയാണ്. ഫാക്ടറൈസേഷനും നമ്മുടെ ഇതും. കാരണം എന്താ, അൾജിബ്രയ്ക്ക് നമുക്ക് കണ്ട ഫാക്ടേഴ്സ് അന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫാക്ടറൈസേഷൻ പഠിച്ചു, അപ്പൊ ഇതിനെ നമുക്ക് ഇനിയും ചെറുതാക്കാൻ നമുക്കറിയാം. ഇപ്പൊ നമ്മളത് പഠിച്ചു. ഓക്കെ, ഇനി മോണോമിയൽ എന്താ, ബൈനോമിയൽ എന്താ, ട്രൈനോമിയൽ എന്താ, പോളിനോമിയൽ എന്താന്ന് പഠിക്കണം. മോണോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻ എക്സ്പ്രഷൻ വിത്ത് ഓൺലി വൺ ടേം, ഒറ്റ ടേം ഉണ്ടാവുള്ളൂ. എക്സ് എന്നോ 2x-ഓ 3y-ഓ, അതാണ് മോണോമിയൽ. ബൈനോമിയൽ എന്താണ്? കണ്ടോ, 6x 7pq x2y എന്ന് എടുക്കാം, അല്ലെങ്കിൽ x square y ട്ടോ. ഓക്കെ, ബൈനോമിയൽ എന്ന് പറഞ്ഞ an expression which contain two terms is called binomial. 2x plus 3 7x plus 2y അങ്ങനൊക്കെ പറയുന്നതാണ് ബൈനോമിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈനോമിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത് യെസ്, ഇതാണ് ബൈനോമിയലിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ 3 ടേംസ് ഉള്ളതിനാണ് ട്രൈനോമിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. Yes, an expression containing 3 terms is a trinomial. Examples എന്താണ്? Examples of trinomials ആണ് കേട്ടോ, ബൈനോമിയൽ അല്ല, trinomials ആണ്. Examples of trinomials എന്നാണ് കൊടുത്തത്. 4y minus 3z plus 6x. ഇവിടെ പ്ലസോ മൈനസോ എങ്ങനെ വേണമെങ്കിലും ആവാം. ഇൻഡ്യൂം ഡിവിഷനും ഇടരുത് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അവിടെ ട്രൈനോമിയൽ എന്നാണ്, വേറെ ഒന്നുമില്ല. ആർ 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 ഓക്കെ, യെസ്, ട്രൈനോമിയൽ എന്നാണ് കേട്ടോ. ഓക്കെ,
ലാസ്റ്റ് പോളിനോമിയൽ. ആൻ എക്സ്പ്രഷൻ കണ്ടെയ്ൻ 2 or more terms. ഒരു ട്രൈനോമിയലിനെ നമുക്ക് പോളിനോമിയൽ എന്ന് വിളിക്കാൻ പറ്റും. എന്താണ്? വിത്ത് നോൺ സീറോ കോയിഫിഷ്യന്റ് വേണം. നോൺ സീറോ കോയിഫിഷ്യന്റ് ആയിരിക്കണം. അപ്പൊ ഒരു ട്രൈനോമിയലിനെ നമുക്ക് എന്താണ്? പോളിനോമിയൽ ആക്കി വിളിക്കാൻ പറ്റും. രണ്ടോ രണ്ടിലധികമോ ടേംസ് ഉള്ളതിനാണ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് നമുക്ക് എന്താ ഇത്ര ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ചാപ്റ്റർ വൈസ് പറയാനായിട്ട്. നമുക്ക് ഇനി എന്താ, നമുക്ക് ജസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യാം. അപ്പൊ ഇതിൽ എന്താണ് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. ഇതൊക്കെ ആഡ് ദ ഫോളോയിങ് ആണ്. ആദ്യത്തെ ഒരെണ്ണം കാണിച്ചു തരാം, ഒറ്റ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഞാൻ ചെയ്യില്ല, ഒറ്റ ഒരെണ്ണം കാണിച്ചു തരാം. നോക്ക്, എ ബി മൈനസ് ബി സി ഒരു ടേം. അടുത്തത് എന്താണ്? ബി സി മൈനസ് സി എ അടുത്ത ടേം. മൂന്നാമത്തത് സി എ മൈനസ് എ ബി അടുത്ത ടേം. ആഡ് ചെയ്യുമ്പോ എങ്ങനെയാ നോക്ക്, ആഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇത് ആഡ് ദ ഫോളോയിങ് ആണ്, ആഡ് ചെയ്യാൻ പോകുന്നു. ആഡ് ചെയ്യുമ്പോ എങ്ങനെയാ വരാ, ശ്രദ്ധിച്ചിരുന്നോ? എ ബി മൈനസ് ബി സി പ്ലസ് ബി സി മൈനസ് സി എ പ്ലസ് സി എ മൈനസ് എ ബി. ഇതാണ് എന്ത് ആഡ് ചെയ്യുമ്പോ. ഇത് ആഡ് ചെയ്യുമ്പോ വേറെ ഒന്നും ചെയ്യണ്ട, നേരെ അങ്ങോട്ട് എഴുതി പോയാൽ മതി. അപ്പൊ എ ബി മൈനസ് ബി സി പ്ലസ് ബി സി മൈനസ് സി എ പ്ലസ് സി എ മൈനസ് എ ബി. ഇങ്ങനെ ചെയ്യണം. ഇനി എന്ത് നോക്കി, എ ബി ഇവിടെ ഉണ്ട്, ഇവിടെ എ ബി ഉണ്ട്. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ അറിയോ? ഇത്ര മാത്രം നോക്കിയടാ മോനെ. -2 + 2 എത്ര കിട്ടാ? കൈ കൊണ്ട് കാണിച്ചേ, കൈ കൊണ്ട് കാണിക്കേ. ഇങ്ങനെ കാണിക്കേ. ഇത് അല്ലേ, ഇത് 0 ആണ്. ദേ ഇവിടെ എ ബിക്ക് ഇവിടെ ഒരു സൈനും ഇല്ല. ഒരു സൈനും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് ആണ്. ദേ ഇവിടെ മൈനസ് എ ബി ഉണ്ട്. സോ എ ബിയും മൈനസ് എ ബിയും ചെയ്ത് കഴിഞ്ഞാൽ 0 ആയില്ലേ? 0 ആയില്ലേ? അപ്പൊ ഇതും സ്ട്രൈക്ക് ഔട്ട് ചെയ്യാ, ഇതും സ്ട്രൈക്ക് ഔട്ട് ചെയ്യാ. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ മൈനസ് ബി സി, ദേ പ്ലസ് ബി സി, മൈനസ് ബി സി പ്ലസ് ബി സി. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴും 0 ആയിട്ട് പോയി. ദേ മൈനസ് സി എ പ്ലസ് സി എ, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴും 0 ആയിട്ട് പോയി. എല്ലാം വെട്ടി. അപ്പോ ഈക്വൽ ടു 0 ആണ്. 0 + 0 + 0 0 ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് ഉള്ളവരൊന്ന് വന്നേ, ആരുമില്ല. ഹൗ വിളിക്കേ. സിദ്ധാർത്ഥ്, ജോഹാൻ എന്താ? രണ്ട് സ്ഥലത്തും പോസിറ്റീവ് ആണെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. എടാ എൻ്റെ ഒരു ഓറഞ്ച് ഉണ്ട്, എനിക്ക് ഒരു ഓറഞ്ചും കൂടെ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ എൻ്റെ എത്ര ഓറഞ്ച് ഉണ്ട്? 2 ഓറഞ്ചസ്. ഒരു ഓറഞ്ച് പ്ലസ് അടുത്ത ഓറഞ്ച് 2 ഓറഞ്ചസ്. ഇനി നോക്കട്ടാ, യെസ്, എ ബി പ്ലസ് എ ബി. നോക്കിയേ, എ ബിയുടെ കോയിഫിഷ്യന്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 1 ആണ് കോയിഫിഷ്യന്റ്. ദേ 1 ഓറഞ്ച് പ്ലസ് അടുത്ത ഓറഞ്ച്, 1 ഓറഞ്ച് പ്ലസ് 1 ഓറഞ്ച് ഈക്വൽ ടു 2. ഇവിടെ ഓറഞ്ചിന് പകരം നമ്മൾ എന്താ എടുത്തത്? എ ബി ആണ്. അങ്ങനെ 2ab വരും. കണ്ടോ, സെറ്റ് ആയില്ലേ? ചക്കയും തേങ്ങയും മാങ്ങയും ഒക്കെ വെച്ചിട്ടും ഈ കണക്ക് പറയാട്ടാ. അല്ലേ? അപ്പൊ ആലോചിച്ചാ മതി, 2 ചക്കയും 3 തേങ്ങയും കൂട്ടി കഴിഞ്ഞാൽ അങ്ങനെ പറയാം മലയാളത്തില്. 2 ചക്കാസ് ആൻഡ് 3 തേങ്ങാസ് കൂട്ടി എന്ത് കിട്ടും? കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞത്, 2 ചക്കയല്ലേ ഞാൻ പറഞ്ഞതാ. 2 ചക്ക പ്ലസ് 3 തേങ്ങ. കണ്ടോ, രണ്ടും 2. ഇത് തമ്മിൽ കൂട്ടാൻ പറ്റില്ല, ഇത് തമ്മിൽ ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. അത്ര ആലോചന, രണ്ടും 2 ആണ്. എന്താണ് 3 + 2 5 ചക്ക തേങ്ങാന്ന് എഴുതി വെക്കരുത് ട്ടാ. അല്ല, ചക്കയും തേങ്ങാന്ന് എഴുതി വെക്കരുത്. അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. അങ്ങനെ എഴുതി വെച്ച തെറ്റാ. ഇതിലും തറന്നാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഇനി തെറ്റിക്കരുത്. അപ്പൊ എന്താണ്, ഒരേ പോലുള്ള
വാരിയബിൾസ് വന്നാലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ അല്ലേ. 2 ചക്കയിൽ നിന്ന് 2 ചക്കയിൽ നിന്ന് 3 തേങ്ങാസ് കുറയ്ക്കാൻ പറ്റൂല, കാരണം ചക്കയിൽ നിന്ന് ചക്ക തന്നെ കുറയ്ക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇനി തരുന്ന ലെവല് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ആഡ് ദ ഫോളോയിങ് മനസ്സിലായോ? ആഡ് ദ ഫോളോയിങ് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്. സെറ്റ് അല്ലടാ? അപ്പൊ അടുത്തേക്ക് പോവാട്ടാ. അടുത്തേക്ക് പോവാ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോളോട്ടാ, എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കിക്കോളോട്ടാ. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. എടാ ഇതൊന്ന് ചെയ്ത് വേഗം ഉത്തരം പറഞ്ഞേ. 2p² minus 3pq plus 4 add the following, 5 plus 7pq 3p²q². യെസ്, ഇത് ആഡ് ചെയ്തിട്ട് എങ്ങനെ ഉത്തരം പറയാമെന്ന് പറഞ്ഞു തന്നേടാ. വേഗം ചെയ്താടാ. ഇതാണ് ഉള്ളതിൽ ഇനിയൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്, അപ്പൊ എന്താണ് എഴുതാ? 2p²q² minus 3pq plus 4. ഇതാണ് ഒരു നമ്പർ, ഇതൊരു നമ്പർ ആണ്. പ്ലസ് നമുക്ക് അടുത്ത നമ്പർ 5 plus 7pq and minus 3p²q². യെസ്, അപ്പൊ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇതും ചെയ്യാം, പക്ഷെ ഇതിന് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം എടുക്കുന്ന ടേം ഇങ്ങനെ തന്നെ എഴുതാം. എങ്ങനെ? 2p²q² minus 3pq plus 4 എന്ന് എഴുതി. രണ്ടാമത്തെ ടേം നോക്കി, ഇവിടെ 5 ആണ്. 5ന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോടാ മക്കളെ? 5ന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ദേ ഇവിടെ 4ന്റെ കൂടെ ആരും ഇല്ല. അപ്പൊ 5 എന്താ? 4ന്റെ അടിയിൽ എഴുതാ. 4ന്റെ അടിയിൽ എഴുതാ. 5ന്റെ സൈൻ പ്ലസ് ആണ്, ആ പ്ലസ് ഇട്ട് കൊടുത്തു. 7pq 3pq ഉണ്ട്, അപ്പൊ അതിന്റെ താഴെ 7pq എഴുതാ. 7pqന്റെ സൈൻ ലെഫ്റ്റിൽ കിടക്കുന്നതാണ് സൈൻ വരുന്നത്, പ്ലസ് ആണ്, ഇട്ട് കൊടുക്ക. മൈനസ് 3p²q², അത് ഇവിടെ ഇട്ട് കൊടുക്ക. 3p²q² ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യേണ്ടതാണ്, പ്ലസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ, പ്ലസ് ആണ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ സൈനിന് ഒരു വ്യത്യാസവും വരില്ല, ഒരു വ്യത്യാസവും സൈന് വരില്ല. ആഡ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും? ആഡ് ചെയ്യുമ്പോ 2 minus 3 കണ്ടോ, p²q² കോമൺ ആണ്. 2 minus 3, വാട്ട് ഈസ് 2 minus 3? 2 minus 3 എന്താ? -1 ആണ്. -1 വരുമ്പോ നമ്മൾ എഴുതുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് -p²q² എന്ന് എഴുതാം. 1 അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. 1x എന്ന് എഴുതില്ലല്ലോ, x എന്ന് എഴുതിയാ പോരെ. യെസ്, ദെൻ അടുത്തത് -3 plus 7, -3 plus 7 ആണ്. സോ എത്ര വരും? പ്ലസ് 4pq എന്ന് വരും. ദെൻ ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇടാ, 9 വരും. ഇതാണ് ഫൈനൽ ആൻസർ കിട്ടുക. ഇതിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ വൃത്തിയിൽ എഴുതാട്ടോ. നമുക്ക് ഈ നെഗറ്റീവ് സൈൻ മാറ്റി എഴുതി ഇങ്ങനെ എഴുതിയാൽ മതി. 4pq minus p²q² plus 9. കണ്ടോ, ഇതാണ് ആൻസർ വരുന്നത്. ഇതൊന്ന് വൃത്തിയാക്കി എഴുതിയെന്നുള്ളൂ. എനിക്ക് മൈനസ് ഇങ്ങനെ കിടക്കണം, അതിന് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? കണ്ട, സൈൻ മാറ്റിയിട്ടില്ല. 4ന് പ്ലസ് ആണ്. ഇപ്പുറത്തൊന്നിട്ടില്ലെങ്കിൽ അതിന് പ്ലസ് ആണ്. p²ന് ഇതിന് മൈനസ് ആണ്, ആ മൈനസ് ആണ്. +9. നിങ്ങൾക്ക് എങ്ങനെ മാറ്റി എഴുതിയാലും കുഴപ്പമില്ല. ഓർഡർ ഈസ് നോട്ട് റൈറ്റ്. ഓർഡർ വ്യത്യാസം ഉണ്ടായിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയോ എങ്ങനെ വേണ്ട എഴുതാം, പക്ഷെ സൈൻ ശരിയായിരിക്കണം. +4 എന്ന് പറഞ്ഞാൽ +4 തന്നെ ആയിരിക്കണം. കണ്ടോ, പ്ലസ് സാധാരണ തുടക്കത്തിൽ നമ്മൾ പ്ലസ് ഇടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇട്ടില്ല. പക്ഷെ നടുക്കിൽ എഴുതുമ്പോൾ പ്ലസ് ഇടണം, അത്രേ ഉള്ളൂ. ഓക്കെ, പാടാ മക്കളെ. കിട്ടിയോ? ഒരു വാമപ്പ് വേണോ? വേണം.
യെസ്, അപ്പൊ എല്ലാവരും നമുക്ക് ഒന്ന് ഒരു സ്മോൾ എക്സസൈസ് ചെയ്യാം. ഓൾ സ്റ്റാൻഡ് ബായിരിക്കും. ഓക്കെ, സോ ഇത് കിട്ടിയടോ? ഈ ആൻസേഴ്സ് കിട്ടിയോ? യെസ്, ഒന്ന് വരണോരൊന്ന് വന്നേ. ഡൗട്ട് ഉള്ളവർ ഇപ്പോൾ ഹാൻഡ് റൈസ് ചെയ്ത് വരാം. ആർക്കും ഒരു ഡൗട്ടുമില്ല. വെരി ഗുഡ്. പഠിച്ചതുകൊണ്ട് ആർക്കും ഒരു ഡൗട്ട് ഇല്ല. ഓക്കെ, സൈഡ് നമ്പർ 11. യെസ്, അപ്പൊ നമ്മൾ അഡീഷൻ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അഡീഷൻ കഴിഞ്ഞിട്ട് യെസ്, അഡീഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് സബ്ട്രാക്ഷൻ ആണ് കേട്ടോ. സബ്ട്രാക്ഷനും പഠിക്കണം. യെസ്, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. സബ്ട്രാക്ട്. യെസ്, എങ്ങനെയാണ്? ഞാൻ 2 ഓപ്ഷൻ തരണം കേട്ടോ. 2 ഓപ്ഷൻ തരാം. ആ 2 ഓപ്ഷനിൽ എങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതേണ്ടതെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുതരാം. അത് എഴുതാൻ കിട്ടിയോ നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ അടിപൊളിയായിട്ട് കിട്ടും. സബ്ട്രാക്ഷന് വളരെ എളുപ്പത്തിൽ ഞാനൊരു വിദ്യ പറഞ്ഞുതരാം കേട്ടോ. വളരെ നൈസായിട്ടൊരു ഉടായ്പ വഴി പറഞ്ഞുതരാം. അത് വേഗം തലയിൽ കയറും. ബാക്കി എന്തും തലയിൽ കയറിയില്ലെങ്കിലും നമ്മൾ പറയില്ലേ, ഇത് വേഗം തലയിൽ കയറും. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ കേട്ടോ. ഓക്കെ, 4a - 7ab + 3b + 12 ഒരു ടേം മൈനസ് 12a - 9ab + 5b - 3. ഇതാണ് നിങ്ങളെ ഫസ്റ്റ് ഓപ്ഷൻ. ഇതാണ് നിങ്ങളെ സെക്കൻഡ് ഓപ്ഷൻ. 12a - 9ab + 5b - 3 സബ്ട്രാക്ട്. എന്താണ്? സബ്ട്രാക്ട് 4a - 7ab + 3b + 12. Okay, yes, which one is right? Yes, നമുക്ക് ഇതുവരെ പൊക്കാത്ത. ഓക്കെ, ജന്ന, where is Janna? Janna, yes, which one is right? Yes, second one. Yes, നമുക്ക് വേറെ ഒരു ആരില്ലടാ. ഷോണും സെക്കൻഡ് വൺ തന്നെയല്ലേ പറഞ്ഞത്? സെക്കൻഡ് വൺ ആണ്. യെസ്, ഒന്നും കൂടി ഫിംഗർ ഒന്ന് കാണിച്ചിട്ട് എല്ലാവരും സാർ നമുക്കൊന്ന് ഗാലറിയിൽ നോക്കണേ. യെസ്, എല്ലാവരും ഒന്ന് ഏതാണ് ഓപ്ഷൻ നമ്പർ? യെസ്, ശിവദത്ത്. യെസ്, അവനെയാണ് പൊക്കണ്ടത് നമുക്ക്. യെസ്, ഓക്കെ. അപ്പൊ യെസ്, ശിവദത്തിനാണ് മറിച്ചൊരു അഭിപ്രായം ഉള്ളത്. ഏതാടാ? അതെന്താ ഒന്നാമത്തെ പറഞ്ഞത്? അപ്പൊ ഫ്രം ബാക്കി പറ. ആദ്യമല്ല, രണ്ടാമത്തെ കറക്റ്റാ. രണ്ടാമത്തെ അങ്ങനെ വിളിച്ചാ പറഞ്ഞിരുന്നു സാർ ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞത്. ഓക്കെ, ഏതാണ്? 12a. ഓക്കെ, ഇതല്ലേ? ഇതാണ് കറക്റ്റ് വരുന്നത്. കാരണം ഫ്രം വന്നു കഴിഞ്ഞിട്ടുള്ള ഇതാണ് ആദ്യം എഴുതേണ്ടത്. ഫ്രം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്താ നേരത്തെ എഴുതിയ പോലെ എഴുതാം. നേരത്തെ എഴുതിയ പോലെ എഴുതുന്നേക്കാളും മുമ്പ്, നിങ്ങൾ അങ്ങനെ എഴുതുന്നേക്കാളും മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? യെസ്, ഇങ്ങനെ മൈനസ് വന്നു കഴിഞ്ഞാല് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന എല്ലാ സാധനത്തിന്റെയും റിവേഴ്സ് സൈൻ ഇടാം. റിവേഴ്സ് സൈൻ ഇടുക. പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആക്കി മാറ്റാം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കി മാറ്റാം. വേറെ ഒന്നും ചെയ്യണ്ട. സോ നോക്കട്ടോ, ഞാനത് ചെയ്യാൻ പോണത് 12a - 9ab + 5b - 3 എഴുതി. ഓക്കെ, വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്തത്? ഇവിടെ മൈനസ് എടുക്കുന്നു, അതിനെ പ്ലസ് ആക്കി. ഇത് പ്ലസ് ആയിട്ട് മാറുമ്പോ എന്തായിരിക്കണം? 4a എന്നുള്ളത് 4a പ്ലസ് ആയിരുന്നു, അത് -4a ആക്കി മാറ്റി. ഇത് മൈനസ് ആയിരുന്നു, അത് +7a ആയിട്ട് മാറി.
ഇത് പ്ലസ് ആയിരുന്നു, എ ബി ഉണ്ട്, ഇത് പ്ലസ് ആയിരുന്നു, അത് -3b ആയിട്ട് മാറി, ഇത് പ്ലസ് ആയിരുന്നു, അത് -12 ആയിട്ട് മാറി. ആദ്യം ഇങ്ങനെ എഴുതാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് നേരത്തെ എഴുതിയ പോലെ എഴുതാം കേട്ടോ. ഒരു മിനിറ്റ്. എന്താ നേരത്തെ എഴുതിയ പോലെ നമുക്ക് എഴുതാം. നേരത്തെ എഴുതിയ പോലെ എഴുതുമ്പോ എന്താ, നേരത്തെ എഴുതിയ പോലെ എഴുതുമ്പോ എന്താ, ആദ്യത്തെ കാര്യം ആദ്യത്തെ എഴുതാം. 12a minus 9ab plus 5b plus -3. ദേ ഇവിടെ നോക്കിയേ, 12 ഒറ്റയ്ക്ക് കിടക്കുന്ന ആളാ, അപ്പൊ -12. ഇവിടെ 3b -3b ആണ്. ഇവിടെ 7ab ഉണ്ട്, അത് പ്ലസ് ആണ്, അപ്പൊ +7ab. പിന്നെന്താ, ഇവിടെ -4a ആണ്, അപ്പൊ -4a ഇട്ടു. എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, കാരണം ഇവിടെ അഡീഷൻ ആക്കി നമ്മൾ മാറ്റി ആഡ് ചെയ്യാ. 12 - 4 എന്തിനാ ആഡ് ചെയ്യണെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ സൈനം നമുക്ക് ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. 12 - 4 എത്രയാ? 12 - 4 എത്രയാ? 12 - 4 8a എന്ന് വരും. -9 + 7 -2ab എന്ന് വരും. Then 5 - 3 2b എന്ന് വരും. -3 -12 -15 എന്ന് വരും. ഇതാണോടാ മക്കളെ നിങ്ങൾക്ക് കിട്ടിയേ? ഇതാണോ കിട്ടിയേ? യെസ്, യു ക്യാൻ ഡു യുവർ ഓൺ മെത്തേഡ്. ഞാൻ എന്റെ മെത്തേഡ് പറഞ്ഞു തന്നുള്ളൂ. സാറ് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് സാറ് പറഞ്ഞു തന്നത്. എന്ത് വന്നാലും ഈ ആൻസർ വിത്ത് എന്താണ് സയൻസ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മക്കൾ ചെയ്തത് കറക്റ്റ് ആണ്. ഒരാളും കുറ്റം പറയാൻ പറ്റില്ല, ഞാനടക്കം. യെസ്, 2 ഹാൻഡ് റൈസ് വന്നല്ല. സിദ്ധാർത്ഥ് ഡൗട്ടാ. സിദ്ധാർത്ഥ എന്താ ഡൗട്ട്? ഓക്കെ, സോറി +2b കറക്റ്റ് സോറി. ഇനി ഈ ഡൗട്ട് ഉള്ളവരൊക്കെ ഹാൻഡിൽ ഓവർ ചെയ്യാട്ടോ, അതാണ് ശരിയാ. +2b ആണ്. സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. യെസ്, ഇനി ഈ ഡൗട്ട് അല്ലാത്തവർക്ക് കിട്ടാ. നവാസേ പറ. എവിടെ ഒന്നുകൂടെ പറഞ്ഞടാ. സ്റ്റക്കായി നവാസ്. പിന്നെ സമ്മതിക്കണ്ട, നീ ടാബ്ലോക്ക് ഒക്കെ പൊക്കോളാട്ടോ സ്കൂളില്. ബെസ്റ്റാ. പറഞ്ഞടാ. മെത്തേഡിൽ ചെയ്തിട്ട് ഈ ഉത്തരം തന്നെയാണോ കിട്ടിയത്? അല്ല, അവിടെയാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡിൽ ചെറിയ എറർ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും തെറ്റിയിട്ടുണ്ടാവാ. ഒന്ന് ചെക്ക് ചെയ്യട്ടോ, ഞാൻ തിരിച്ചു വരാം. ജസ്നയ്ക്ക് അത് തന്നെയായിരിക്കും പറ്റിയിട്ടുണ്ടാവാ. മെത്തേഡിൽ എവിടെയോ എറർ പറ്റിയിട്ടുണ്ട്. നേരത്തെ അത് മാറിക്കഴിഞ്ഞാ പോയി. അവനത് മനസ്സിലായ, മിസ്റ്റേക്ക് മനസ്സിലായ നല്ലതാണ്. യെസ് ഏഞ്ചൽ ബൾബ് കത്തിയിട്ടില്ല. യെസ്, മോളെ എങ്ങനെയാണ് ചെയ്ത വെച്ച് പ്രാക്ടീസ്? -4a -7ab plus 3b plus 4. ഈ സെക്കൻഡ് മെത്തേഡ് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഞാൻ കൂട്ടി എടുത്തിട്ട് ചെയ്തുള്ളൂ. എന്ന് വെച്ചാ 12a minus 4a. That is 8a. Summation correct. Then -9b minus -7ab. അങ്ങനെയാണോ?
ഓ മൈനസ് ഇപ്പൊ ശരിയായി ഇപ്പൊ ശരിയായില്ലേ? ഓക്കെ, മൈനസ് മൈനസ് പ്ലസ് ആയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതിനെ പ്ലസ് ആക്കി മാറ്റിയത്. ഇവിടത്തെ മാറൂല, ഈ സൈൻ മാറൂല. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, കണ്ടോ? അതാണ് അത് വരാതിരിക്കാനാണ് ഞാൻ ആദ്യമേ തന്നെ എന്ത് ചെയ്തു, ഈ മൈനസിനെ പ്ലസ് ആക്കി. ഓട്ടോമാറ്റിക്കലി ഇവിടത്തെ എല്ലാ ചിഹ്നം എന്ത് ചെയ്യും, റിവേഴ്സ് ആവും. മൈനസ് ഉള്ളിടത്ത് പ്ലസ് ഇടാ, പ്ലസ് ഉള്ളിടത്ത് മൈനസ് ഇടാ, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കണ്ടില്ലേ? ഇവിടെ പ്ലസ് ആണ്, മൈനസ് ഇടാ. ഇവിടെ മൈനസ് ആണ്, പ്ലസ് ഇടാ. പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്. വേറെ എന്താണ് എങ്ങനെയാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് ഈ മൈനസിനെ പ്ലസ് ആക്കുമ്പോ റിവേഴ്സ്. പിന്നെ നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ അഡീഷൻ ആണ് ചെയ്തത്. ഇത് അഡീഷനിലോട്ട് ഞാൻ മാറ്റി. ഇതേ പ്ലസ് ഇത് അഡീഷൻ. അഡീഷന് നിങ്ങൾക്ക് അറിയാലോ, സൈൻ ഡിഫറൻസ് വന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. യെസ്, ഓക്കെ. ആൽവിനെ, ആൽവിൻ എവിടൊക്കെ യാത്ര പോയടാ? അൺമ്യൂട്ട് ചെയ്ത് പോയ, കഥൊന്ന് കേൾക്കാൻ കൊതിയായിട്ടാ. എവിടെയും പോയില്ലല്ലോ എന്നാ? അല്ല, എത്ര എണ്ണം പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അല്ല, സ്വപ്ന ലോകത്താണെന്ന് ചോദിക്കണേ. എന്നാ മര്യാദക്ക് ഇരുന്നേ. നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ഞാൻ വിചാരിച്ചത് പോയി, ഇവിടെ നിന്ന് പോയി അമേരിക്കയിലും അതേ ജർമ്മനിയിലും ഒക്കെ എത്തി. ഇനി ഭാവി 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആൽവിനാന്ന് ഞാൻ വിചാരിച്ചു പോയി. യെസ്, ഓക്കെ. നൂറയ്ക്ക് ഡൗട്ട് ആണോ? നൂറ ഡൗട്ട് ആണെങ്കിൽ ഒന്ന് ടാറ്റ സാറിന്. നൂറയുടെ ഡൗട്ട് ഒന്ന് പറഞ്ഞേ. അല്ല, -15 എന്ന് പറഞ്ഞാലേ ഇത് -3. നോക്ക്, -3 പ്ലസ് ഈ ചിഹ്നം പ്ലസ് -12. ഇത് ചെയ്യുമ്പോ എന്താ? വരട്ടെ, വരട്ടെ. ശരിയായ അങ്ങനെയായിരുന്നു. ഇതെന്താ ചെയ്ത്? 12 3 മൈനസ് ചെയ്തു. അത് കോമൺ മിസ്റ്റേക്കാ. ഇതെല്ലാതും ക്വസ്റ്റ്യനിൽ ഞാൻ 12 എഴുതിയില്ല, അത് അതിനേക്കാളും വലുത്. ഓക്കെ, യെസ്. അങ്ങനെ നമുക്ക് നവാസിനിലേക്ക് ഒന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞു. നവാസ് മോൻ എവിടെയാണ് തെറ്റിച്ചത് നോക്കിയാ ഈ സമയം കൊണ്ട്? രണ്ടു പ്രാവശ്യവും എക്സ്പ്രഷൻ ഒരേപോലെ ഇപ്പൊ കിട്ടിയില്ലേ? അപ്പൊ കിട്ടിയതിന്റെ സന്തോഷം ഉണ്ടാവന്റെ മുഖത്ത്. എനിക്ക് അതെന്നെ വിളിക്കാണ്, സാർ വാ, എനിക്ക് കിട്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മൈനസിന്റെ കാര്യം കഴിഞ്ഞു. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും കൂടി ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഇച്ചിരി നല്ല മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്താണ്? മൾട്ടിപ്ലൈങ് ബൈ എ മോണോമിയൽ ബൈ എ പോളിനോമിയൽ. സിമ്പിൾ ആണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. സബ്ട്രാക്ഷൻ ആണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. യെസ്, മൾട്ടിപ്ലൈങ് ബൈ എ ഓക്കെ. മോണോമിയലും ബൈനോമിയലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനും നാലാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും നോക്കാം. ദെൻ മൾട്ടിപ്ലിക്കേഷൻ വിൽ ബി ഓവർ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമുള്ളതാട്ടോ. അത് നിങ്ങൾ ഈ അൾജിബ്രിക് എക്സ്പ്രഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പേടിയായിട്ടാണ്. നിങ്ങൾക്ക് അതെന്താണ്? ആ പേടിയാണ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കി മാറ്റുന്നത്. അൾജിബ്ര 6th സ്റ്റാൻഡേർഡിലല്ലേ പഠിക്കുന്ന മക്കള്? 6th സ്റ്റാൻഡേർഡിൽ എനിക്ക് മാത്സ് എടുത്തത് ടീന എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. ടീന ടീച്ചറായിരുന്നു ഞങ്ങൾക്ക് മാത്സ് എടുത്തിരുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അൾജിബ്ര ടീച്ചർ നല്ല രസമായിട്ട് എടുത്തത്. അതുകൊണ്ട് തന്നെ അൾജിബ്ര നല്ല സ്മൂത്ത് ആയിട്ട് പോയി ക്ലാസ്സിൽ. സോ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. 4p ഉണ്ട്, ഒരു കോമ ഇട്ട് q+r ഉണ്ട്. നമ്മളെപ്പോഴും എന്താ ഇങ്ങനെ ഒരു ടേം ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത് എന്താണ് കൂട്ടമായിട്ട് 4 × p എന്നൊക്കെ പറഞ്ഞ 4ന്റെ അടുത്ത് p ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, പറിച്ചു കളയാൻ പറ്റില്ല.
അങ്ങനെയൊക്കെ നിൽക്കുന്ന ടേമിനെ ഒരുമിച്ച് തന്നെ എപ്പോഴും എഴുതാം. ബ്രാക്കറ്റ് കൊടുക്കേണ്ടത് പ്ലസോ മൈനസോ വരുന്ന ടേമിനാണ് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പൊ ക്യൂ പ്ലസ് ആറിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു. നിങ്ങൾ ഇത് മാത്രം ആലോചിച്ചു മതി. എന്റെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാടാ. 3 into 5 plus 2. ഇതിന്റെ ആൻസർ എത്ര വരാം? 5 plus 2 കൂട്ടരുത്. 5 plus 2 ആഡ് ചെയ്യാതെ ഇതെങ്ങനെ ചെയ്യും? ആര് പറഞ്ഞു തരും? ഷിസ, യെസ് ഷിസ പറഞ്ഞേ. 3 into 5. ഈ നടുക്കിലുള്ള ചിഹ്നം ഞാൻ വലുതാക്കി എഴുതിട്ടോ. ഇതാണ് പ്ലസ്. 3 into 2. കിട്ടിയോ? ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? അത്ര തന്നെ ഇവിടെ ചെയ്യുന്നുള്ളൂ. 4p into q നടുക്കിലുള്ള ചിഹ്നം ഇട്ടു. 4p into r. അപ്പൊ 4p into q എന്ന് പറഞ്ഞാൽ 4pq ആണ്. ഈ പ്ലസ് 4pr ആണ്. കഴിഞ്ഞു ഉത്തരം ഉള്ളു ഉത്തരം. ഇതില് ചെയ്യുമ്പോ എന്താ? 15 plus 6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ 21 കിട്ടും. 21 കിട്ടും. ഈ 21 കിട്ടുന്ന പോലെ ഇത് രണ്ടെണ്ണം. 15 plus 6 അതാണ് ഇത്. മനസ്സിലായോ സാർ? ഐ ഫിനിഷ്ഡ്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ടൈം മനസ്സിലായിട്ടുണ്ടാവും. സോ എന്താ? a² മൈനസ് 9. മൈനസ് വരുന്ന ടേമിനാണ് ബ്രാക്കറ്റ് കൊടുക്കേണ്ടത്. ഇൻറ്റു 4a. ഇതെന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചാൽ മതി. 4a ഇൻറ്റു a². ഈ മൈനസ് നടുക്കുള്ള ചിഹ്നം മൈനസ് ആണ്. 4a ഇൻറ്റു 9. നോക്ക്, 4a ഇൻറ്റു a. നോക്കിയടാ, ഇവിടെ a ഉണ്ട്, ഇവിടെ a ഉണ്ട്. രണ്ടിന്റെയും ബേസ് സെയിം ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാ? രണ്ടിന്റെയും ബേസ് സെയിം ആവുമ്പോ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് പഠിച്ച ആൾക്കാരൊന്ന് വന്നേ. എക്സാം കഴിഞ്ഞതാ. യെസ് രാഹുൽ കൃഷ്ണ ഐ തിങ്ക്. യെസ്, ബേസ് സെയിം ആവുമ്പോ എങ്ങനെയാ എന്താ ചെയ്യണ്ടേ? പ്ലസ് എന്ത് പ്ലസ് ചെയ്യണം? അതന്നെ, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. വെറുതെ a എഴുതണമെങ്കിൽ അതിന്റെ പവർ 1 ആണ്. 2 plus 1 3. 4a ക്യൂബ് എന്ന് വരും. മൈനസ് 4 into 9 നമുക്ക് ചെയ്യാൻ പറ്റും. 4 into 9 36 ആണ്. a എന്ന് എഴുതാ. എക്ക് വേറെ ആരും ഇല്ല ഇവിടെ ചെയ്യാൻ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരാം. 4a ക്യൂബ് മൈനസ് 36a എന്ന് വരും. 4a ക്യൂബ് മൈനസ് 36a എന്ന് വരും. ജസ്റ്റ് ഒരു മിനിറ്റ് ജസ്റ്റ്. 4a ക്യൂബ് മൈനസ് 36a എന്ന് വരും. മക്കളെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടാവും? ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പഠിപ്പിച്ചെന്നുണ്ടായിരുന്നു. 4ന് നമുക്ക് എങ്ങനെ 4ന് ഇതിൽ എങ്ങനെയാ? 4 into a into a into a എന്ന് എഴുതാ. രണ്ടാമത്തേല് 9 into 4 into a എന്ന് എഴുതാ. 4ഉം 4ഉം എയും കോമൺ ആണ്. 4a നമ്മൾ ഔട്ട്സൈഡ് എടുത്തു. റിമൈനർ ഇവിടെ a² ആണ്. ഈ മൈനസ് ഇട്ടു. ഇവിടെ 9 ആണ്. കണ്ടോ? ക്വസ്റ്റ്യൻ കിട്ടും. a² മൈനസ് 9 into 4². ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ ക്വസ്റ്റ്യൻ കിട്ടും. ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. യെസ് ജസ്നവാ. എനിക്കൊന്നും മനസ്സിലായില്ല. അല്ലേ? വി ക്യാൻ ഓൾസോ യൂസ് ഐഡന്റിറ്റി. അത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. a² മൈനസ് 9 എന്നുള്ളത് a plus 3 into a മൈനസ് 3 ചെയ്യാം. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഗ്രേറ്റ്. ഇപ്പൊ പഠിച്ചിട്ടുണ്ട് എല്ലാവരും അല്ലേ? ഇത്രയും എന്താ ജസ്റ്റ് മനസ്സിലാവാത്തത്? ഇതെന്താ എന്താ ഉള്ളത്? ഇതൊന്നും മനസ്സിലാവാനില്ല ജസ്റ്റ്. നോക്ക്, ഈ പുറത്ത് കിടക്കുന്ന ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സാർ ഇതും ചെയ്തത്. നോക്കി, 4a into a². 4a into അതെവിടെന്നാ കിട്ടിയെന്നാ? അയ്യോ, ഇത് രണ്ട് ക്വസ്റ്റ്യനാ.
3/5 plus 2 അതേ അയ്യോ, ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കേ, ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. ഫസ്റ്റ് എക്സാമ്പിൾ ശരിയായ? എ സ്ക്വയർ 9 ഏതാണ് മോള് ചോദിക്കുന്നത്? ഇതാണ് നമ്മൾ ചെയ്തത്. എ സ്ക്വയർ -9 ഇൻറ്റു 4a. ദേ അതാണ് ഈ ക്വസ്റ്റ്യൻ. ക്യാരി ഔട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് അത്. ആ ക്വസ്റ്റ്യനിൽ ഞാൻ എന്ത് ചെയ്യും, കോമയ്ക്ക് പകരം ബ്രാക്കറ്റ് ഇട്ടു, 4a മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ ആക്കി എഴുതി. ആ ഓ ഇപ്പൊ മനസ്സിലായില്ലേ? ആ, ഇത് എവിടെന്ന് കിട്ടിന്നാ ചോദിച്ചത് ആദ്യം. ഇത് എവിടെന്നാ കിട്ടിയത്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയില്ലല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞത് ചെയ്യിക്കൂല നമ്മള്. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യിച്ചതാണ്. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും 1 മണിക്കൂറിൽ നമ്മൾ ആ പാഠം റെഡി ആക്കി എടുക്കണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചില്ലേ? കുഴപ്പമില്ല, അത് നാളെ റെഡി ആക്കി തരാം ഞാൻ എക്സാം കഴിഞ്ഞിട്ട്. പ്ലസും മൈനസ് ഈസി. അപ്പൊ ജസ്റ്റിനേക്ക് മാർക്ക് കുറയ്ക്കാനായിട്ട് കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് കൊടുക്കാൻ പറയാം. കണ്ടാ, ഉമ്മ വരെ പറഞ്ഞു എന്ത് സാർ കുറച്ച് അധികം ഇട്ട് കൊടുത്തോ. മൾട്ടിപ്ലിക്കേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റിനെ? എക്സസൈസ് 8.3 എടുക്കുക, എല്ലാതും മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസേഴ്സ് നോക്കാം. കേട്ടോ? ഓക്കെ, യെസ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ്. എല്ലാവരും നന്നായിട്ട് ഉത്തരം പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ പോളിനോമിയൽ ബൈ എൻ പോളിനോമിയൽ. ഓക്കെ, യെസ്. അപ്പൊ മോണോമിയലും മോണോമിയലും ബൈനോമിയലും അല്ലെങ്കിൽ ഇട്ടോ, ഇനി പോളിനോമിയലും ഇടാം. അപ്പൊ പോളിനോമിയലും പഠിച്ചാൽ മതി, ബാക്കി എല്ലാം സിമ്പിൾ ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ നമ്മൾ എന്താണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എക്സ്പോണന്റ്. ഓക്കെ, ആഡ് വിൽ നോട്ട് ഹാപ്പൻ ഇൻ മൾട്ടിപ്ലിക്കേഷൻ, എക്സ്പോണന്റ് വിൽ ബി ആഡഡ്. ഓ, ഹാറ്റ്സ് ഓഫ് ടു യുടാ, ഹാറ്റ്സ് ഓഫ് ടു യു. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തോട്ട് പ്രോസസ് വരും. പിന്നെ മാത്സ് എന്ന് പറഞ്ഞ വിഷയം ഞാൻ പറയുന്നത് ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കൺസെപ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-2 പ്രോബ്ലം ഒക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ് കിട്ടിയ കുട്ടിക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ പഠിത്തത്തിൽ വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് എന്താ ഇത് വരുന്നത്. സോ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ പോളിനോമിയൽ ഇൻറ്റു പോളിനോമിയൽ നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? യെസ്, ഇൻ മൾട്ടിപ്ലിക്കേഷൻ വി ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ ലൈക്ക് ടേംസ് ഇഫ് എനി ആൻഡ് കമ്പൈൻ ദം. അത്രേ നോക്കണ്ടേ ഉള്ളൂ. എന്താ, നമുക്കൊരു എക്സസൈസ് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ ഇത് നല്ല എക്സസൈസ് ആട്ടോ. ഫസ്റ്റ് എക്സസൈസ് നോക്കാം. എന്താണ്? 2x + 5 ആൻഡ് 4x - പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 2 ടേം ബൈനോമിയൽ ഇൻറ്റു ബൈനോമിയലാ വരുള്ളൂ. രണ്ടും ബൈനോമിയൽ അല്ലേ, അതാണ് പോളിനോമിയൽ എന്ന് പറഞ്ഞപ്പോ. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x + 5. ഞാനെങ്ങാനും ഇതിന് സിമ്പിൾ മാറി എഴുതി കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്, എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അത് നോക്കാട്ടോ. ഓക്കെ, 2x + 5 ആൻഡ് അപ്പൊ എന്താ അത് ഇൻറ്റുവിന് നമ്മൾ ഇൻറ്റു ചിഹ്നം കൊടുക്കാറില്ല, 2 ബ്രാക്കറ്റ് ഇട്ടാ മതി. 4x - 3 ആണ്. യെസ്, ഇതെങ്ങനെ ചെയ്യാ? ഞാനൊരു എക്സാമ്പിൾ തരാം. 3 + 5 ഇൻറ്റു 2 + 3. ഇതെങ്ങനെയാ നമ്മൾ ചെയ്യാ? വിളിച്ചോ. ഇത് നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടാ. വൈഷ്ണവി ഇത് നമ്മൾ ആഡ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ വൈഷ്ണവി എന്ത് ചെയ്യും? ഓക്കെ, ഇതും ചെയ്യും. ഓക്കെ, പ്ലസ് 3 × 3 ചെയ്തു. ഓക്കെ, 5 ഇത്രേ നമ്മൾ ഇവിടെയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
ഇത്രയും നമ്മൾ ഇവിടെയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്ക്, 2x into 4x ചെയ്യാം. 2x into 4x ഞാൻ ചെയ്തു. 2x into 4x ഞാൻ ചെയ്തു. ദെൻ എന്താണ്, ഇനി സൈൻ ഇടുന്നതാണ് നോക്കേണ്ടത്. പ്ലസും മൈനസും സൈൻ. പ്ലസ് ഇൻറ്റു മൈനസ് എന്താ വരാ? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. മൈനസ് എന്താണ്? ഓക്കെ, നിങ്ങൾ ആദ്യം 2x കൊണ്ട് തന്നെ ചെയ്യാം. സോറി അപ്പൊ അത് ഇട്ടണ്ട. 2x into 4x. ദെൻ ഇവിടെ 2x പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് തന്നെയാണ് വരാ. 2x into 3. അപ്പൊ എന്താ? 2x into 3 എന്ന് എഴുതി. 3 എന്ന് എഴുതാ. യെസ്. ഇനി അടുത്തത് പ്ലസ് 5 into 4 പ്ലസ് 4x ആണ്. അപ്പൊ ഇവിടെ പ്ലസ് വരും. 5 into എന്താ? 5 into 4x എന്ന് വരും. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. 5 into മൈനസ് 3 15 എന്ന് വരും. 5 into മൈനസ് 3 15 വരും. ഇനി എന്ത് ചെയ്യണം നമുക്ക് നോക്കുമ്പോ എന്താ? 4 into 2 8 ആണ്. x into x x സ്ക്വയർ ആണ്. മൈനസ് 3 into 2 6 ആണ്. വെറുതെ എക്സിന് വേറെ ആരും ഇല്ല ഇൻറ്റു ചെയ്യാനായിട്ട്. പ്ലസ് 5 into 4 20 ആണ്. വീണ്ടും ഒരു എക്സ് മൈനസ് 15. ഇങ്ങനെ വരുമ്പോ നോക്കിയടാ, ഇതെന്താ പ്രത്യേകത? അതെ, ഒരു ചക്ക പ്ലസ് മൈനസ് 6 ചക്ക പ്ലസ് 20 ചക്ക. കണ്ട, രണ്ടും എക്സ് കോയിഫിഷ്യന്റ് എക്സ്. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്തൂടെ? മൈനസ് 6 പ്ലസ് 20 എത്ര? മൈനസ് 6 പ്ലസ് 20 എത്ര? മൈനസ് 6 പ്ലസ് 20 പ്ലസ് 14 ആണ്. 14x മൈനസ് 15. യെസ്, ഇങ്ങനെ വല്ല ആൻസർ കിട്ടിയവരുണ്ടാ? 8x സ്ക്വയർ പ്ലസ് 14x മൈനസ് 15 എന്ന് കിട്ടിയവരുണ്ടാ? മക്കളെ സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? സമ്മും പ്രൊഡക്റ്റും വെച്ചിട്ട് 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും. അതേ 2 നമ്പേഴ്സ് എന്താണ്? 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 14 കിട്ടും. അതേ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. ഓർക്കണുണ്ടോ? യെസ്. ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ ഇത് കിട്ടും. ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ ഇതായിരിക്കും ഉത്തരം കിട്ടുക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? ബൈനോമിയൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ? നേരെ ഫാക്ടറൈസ് ചെയ്തതിനെ പിടിച്ചിട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ശരിയാ. ക്വസ്റ്റ്യൻ കിട്ടണം. യെസ്. ഡൗട്ടാണോ കനിഷ്? നൂറയ്ക്ക് ഡൗട്ടാണ്. യെസ്. നൂറ എത്ര കളി പോയി നോക്കട്ടെ ആദ്യം. സ്റ്റെപ്പ് ഒരു കുഴപ്പമൊന്നുമില്ല. ഇത് പറഞ്ഞോ. ഇതല്ലേ ഈ സ്റ്റെപ്പ് അല്ലേ ഒഴിവാക്കിയത്? വേണ്ട, ഇതെഴുതിയാ മതി. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ എഴുതുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യമില്ല. ചിലതൊക്കെ ഇതുണ്ട്. ഇത് 2x into 4x 8x സ്ക്വയർ, 2x into മൈനസ് 3 മൈനസ് 6x, 5x into 4x 20, 5x into മൈനസ് 3 50, 5x into മൈനസ് 50. അത് മതി, ഈ സ്റ്റെപ്പ് മതി. ഇത് ഞാൻ അങ്ങനെ എഴുതിയെന്നുള്ളൂ. ഇതോ അല്ലെങ്കിലും കാര്യമൊന്നുമില്ല. ഓക്കെ. ഇനി 6th ചെയ്യണമെന്നോ? എന്റെ ന്യൂറ. ഓക്കെ, 6th-ന്റെയും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വന്നതാ. യെസ്. എന്താണ് 6th ചെയ്യണം നവാസേ? ബ്രാക്കറ്റിൽ എന്തോ? ഇൻഡു എഴുതാ കുഴപ്പമൊന്നുമില്ല. ഇൻഡു എഴുതാ, ഒരു പ്രശ്നവുമില്ല. ഇൻഡു എഴുതാ പ്രശ്നം. പക്ഷെ ഇൻഡു എഴുതുന്ന സമയത്തെ എക്സും ഇൻഡും തമ്മിൽ മാറിപ്പോരുത് കേട്ടാ.
ആ അവിടെയാണ് നിങ്ങൾ ഇൻറ്റു എടുത്തുമ്പോ എങ്ങനെ അറിയൂ 2x ഇൻറ്റു 4x ഇങ്ങനെ ഇടും. അങ്ങനെ ഇടാറില്ല. അങ്ങനെ ഇടുന്ന കുറെ പിള്ളേർ എനിക്കറിയാം. അവസാനം എന്താന്ന് വെച്ചാലേ ഇവൻ എഴുതി എക്സ് വെച്ചിട്ട് ഇവൻ നോക്കും ഈ എക്സ് ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, പിന്നെ ഇത് എവിടെ നിന്ന് വന്നു, പിന്നെ അതിന്റെ പുറകെ പോകും. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാക്കറ്റ് ഇടുന്നത്. ഏതെങ്കിലും ഒരെണ്ണല്ലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ എടാ ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ. 3/4 ഇൻറ്റു ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ 4 ബ്രാക്കറ്റിനകത്തോട്ട് എടുക്കണം. ഈ 4 ബ്രാക്കറ്റിനകത്തോട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ അനന്തുവിന് ഡൗട്ടാണ്. എന്താ അനന്തു? ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞുതരാം, നീ നോക്കിയാൽ മതി. 3y² വരും. ഓക്കെ 3y² വരും. ദെൻ -4y എന്ന് വരും. -4y എന്ന് വരും. -24y എന്ന് വരും. പ്ലസ് 32 എന്ന് വരും. 32. ഓക്കെ സോ 3y² -28y പ്ലസ് 32 ഇതാണ് ഫൈനൽ ആൻസർ വരാം. പറ ഏത്? 32 -8 ഇൻറ്റു -4 കിട്ടില്ലേ? 2 മൈനസ് വരുമ്പോ ഓക്കെ. ഓക്കെ അത്രേ ഉള്ളൂ. അത് മനസ്സിലായി. ഓക്കെ സോ അത്രേ ഉള്ളൂ നമ്മളുടെ ഒരു റിവിഷൻ. ഇപ്പൊ ഏകദേശം അൽജിബ്ര ഒരുവിധം കത്തിയില്ലേ? പൊടി തട്ടിയെടുത്തില്ലേ? കോൺഫിഡൻസ് ആയില്ലേ? ഇത്രേ ഉള്ളൂ അൽജിബ്ര. സോ എന്താണ്, ഞാൻ നമ്മളുടെ ക്ലാസ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് വെച്ചിട്ട് ഇരിക്കരുത് എക്സാമിന്. നിങ്ങൾ ഇന്ന് നാളെ അടുത്ത ട്യൂസ്ഡേ ആണ്, അല്ല അടുത്ത മൺഡേ ആയിരിക്കും എക്സാം വരുന്നത്. സോ എല്ലാ മക്കളും സമയമൊക്കെ കിട്ടുന്ന സമയത്ത്, സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടാവും, സമയമൊക്കെ കിട്ടുന്ന സമയത്ത് എന്താണ് അൽജിബ്രയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് 2-3 എണ്ണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് 2-3 എണ്ണം വെച്ചിട്ട് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചും മറിച്ചും അൽജിബ്രയിൽ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാവരും എന്താ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ എല്ലാതും നൈസായിട്ടിരുന്ന് ചെയ്യുക. അത്രയൊക്കെ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യ്. ജസ്റ്റിനൊക്കെ ചോദിക്കാനുണ്ടാവും പല കാര്യങ്ങളും. എന്താണ്? ഇതിനു മുമ്പ് എക്സാം നടത്തിയ ചാപ്റ്റർ മെൻസുറേഷൻ എന്താ? അതെ ഒന്ന് ഷാഡോമസിന്റെ അടുത്ത് അതിന്റെ വീഡിയോ മേടിക്കട്ടോ, റെക്കോർഡഡ് വീഡിയോ ഒക്കെ മേടിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ. ആ അതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഏതാ പ്രോബ്ലം വേണ്ടത്? 4 പ്രോബ്ലം നമുക്ക് ഇപ്പൊ പറയാനുള്ള സമയമില്ല. ഏത് പ്രോബ്ലം വേണ്ടത്? 4 പ്രോബ്ലം വേണോ? അതിന് മൂന്നാമത്തെ എനിക്ക് അയച്ചിട്ട് കേട്ടോ. ചേട്ടാ മൂന്നാമത്തെ പ്രോബ്ലം തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചിട്ട് ഞാൻ പേഴ്സണലി ഇട്ടുതരാം. അത് കുഴപ്പമില്ല. ഇങ്ങനെ ഇട്ടാ മതി. ഷാഡോമസിന്റെ വോയിസ് ഇങ്ങനെ ഇട്ടാ മതി. മെൻസുറേഷൻ എക്സാമിന്റെ ഇത്രാമത്തെ ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ ആണോ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ ഫിഗർ ഫസ്റ്റത്തെ ഫിഗർ റോംബസ് ആണ്, സെക്കൻഡാമത്തെ ഫിഗർ ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയം. അപ്പൊ ട്രപ്പീസിയം എന്താണ് എനിക്ക് ഇട്ടാ മതി. ട്രപ്പീസിയം വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ഇട്ടു. അത് ഇന്നോ നാളെ രാവിലെ ഇട്ടെന്നാൽ ഞാൻ വേഗം ഇട്ടുതരാം. നീ ഇങ്ങനെ വരുന്ന തോറും ഞാൻ എന്താണ് എനിക്ക് കിട്ടാൻ വൈകും നല്ല കിട്ടും. എനിക്ക് നേരം കിട്ടൂല പറയാനായിട്ട്. ബിക്കോസ് എനിക്ക് ഇപ്പൊ നല്ല പണി വന്നിട്ടുണ്ട്. എൻ്റെ എലക്ഷന്റെ മറ്റേ ഈ ആക്ടിവിറ്റി വന്നതുകൊണ്ട് തന്നെ ഭയങ്കര തപ്പലും തരയിലാണ് സ്കൂളിൽ പോയിട്ട്. അതുകൊണ്ട് ഒരു തരത്തിലും സ്കൂളിൽ ഇപ്പൊ എന്താണ് എനിക്ക് ഫ്രീ പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ BLOന്റെ ഇതെടുക്കുന്ന പോലെ എല്ലാ നാട്ടുകാരും എടുക്കലാണ് ഇപ്പൊ എൻ്റെ പണി. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്രീ പീരീഡ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ വേഗം പറയുകയാണെന്നുണ്ടെങ്കിൽ പോവാം, നമുക്ക് പറഞ്ഞുതരാം. കാരണം ഇപ്പൊ അറിയാലോ, ഇപ്പൊ സമയം 9. സമയം അറിയാലോ എത്ര മണിയായിന്ന്?
യെസ്, ഇത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് വീട്ടിലൊക്കെ പോയി ഞാൻ വീട്ടിലെത്തുമ്പോൾ 11 o'clock ആവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കാറില്ല. നാളെ മോർണിംഗ് എനിക്ക് ട്യൂഷൻ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. വേഗം ഇട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവണം എന്നില്ല. കാരണം ഇപ്പൊ ഈ ഒരു മന്തും അടുത്ത മന്തും എനിക്ക് എന്റെ പ്രൊഫഷണലി വർക്ക് കൂടില്ല, അതുകൊണ്ടാ. അപ്പൊ വേഗം ഇട്ടാന്നോ കേട്ടാ. ഓക്കെ, ആ പണിയുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സോ വേഗം ഇട്ട് തരാം. അത് മാത്രമല്ല ഡൗട്ട് ഉള്ളൂ. യെസ്, നമ്മുടെ ജോഹാൻ എന്താ ഡൗട്ട്? ജോഹാനെ, അതൊക്കെ എന്ന് കഴിഞ്ഞതാ? ബാർഗ്രാഫ് നമുക്ക് പഠിക്കാനില്ല. ബാർഗ്രാഫ് നിങ്ങള് 8ല് പഠിച്ചത്, 7ലും അതിലൊക്കെ പഠിച്ചതല്ലേ. അതൊന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്ര. ഗ്രാഫ് നമ്മൾ എന്ന് കഴിഞ്ഞതാ? എന്നൊന്നും പറയാൻ പറ്റില്ല, ഇന്നലെ കഴിഞ്ഞതാ ചെറുതായിട്ട്. പക്ഷെ ഞാൻ പറയുമ്പോ അങ്ങനെ പറയുള്ളൂ, എന്ന് കഴിഞ്ഞ സാധനം പറയുന്നത് ഞാൻ പറയുള്ളൂ കേട്ടാ. ഞാൻ പറയും ബാർഗ്രാഫ് പറഞ്ഞിട്ട് കുറെ നാളായിന്ന് പറയുള്ളൂ, എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടിട്ടാ. നിങ്ങളെ വേണമെങ്കിൽ കൃത്യമായിട്ട് ഡേറ്റും സമയമൊക്കെ പറഞ്ഞോ. അത് ഞാൻ വിചാരിച്ചല്ല, ഞാൻ പറഞ്ഞു കുറെ നാളായി കഴിഞ്ഞിട്ടെന്ന് പറയുള്ളൂ കേട്ടാ. ഓക്കെ, സോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. സോ ഐ ഹോപ്പ് ഡൗട്ട് ഇല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ്. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ബൈ ഫ്രം അർജുൻ. ടാറ്റാ.